ആരായിരുന്നു അർണോസ് പാദ്രി? ജർമ്മനിയിൽ 1681 ജനിച്ച ഒരു സാധാരണ മനുഷ്യൻ കേരളത്തിലേക്ക് വന്നു. പഴുവിൽ ഗ്രാമത്തിൽ അവസാനം ഒരു മിഷണറി എന്ന നിലയ്ക്ക് പണിയെടുത്ത് അവിടെ മരണമടഞ്ഞു. അദ്ദേഹം മരിച്ചതിന് ശേഷം ഇപ്പോൾ ഏകദേശം 3.25 നൂറ്റാണ്ടായി. അദ്ദേഹത്തിന്റെ 294ാമത് ചരമദിനം ഈ അടുത്ത ദിവസങ്ങളിൽ ആഘോഷിക്കപ്പെടുകയുണ്ടായി. ആ ദിനത്തിൽ കേരള സാഹിത്യ അക്കാദമിയിൽ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില ചർച്ചകളും വിചിന്തനങ്ങളും നടന്നു. അവിടെ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു: അദ്ദേഹം യഥാർത്ഥത്തിൽ ആരായിരുന്നു? വെറും ഒരു മിഷണറി ആയിരുന്നോ? ഭാഷാ പണ്ഡിതനായിരുന്നോ? മഹാകവിയായിരുന്നോ? ആരായിരുന്നു അർണോസ് പാദ്രി യഥാർത്ഥത്തിൽ? ഈ ചോദ്യം ഇന്നത്തെ നമ്മുടെ കാഴ്ചപ്പാടിൽ, ചരിത്ര പശ്ചാത്തലത്തിൽ നമ്മൾ ചോദിച്ചേ മതിയാവും. ആരായിരുന്നു യഥാർത്ഥത്തിൽ അർണോസ് പാദ്രി? ദൈവം എന്നൊരു സങ്കല്പം അത് അദ്ദേഹം അനുഭവിച്ചത് യേശു എന്നുള്ള ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഏറ്റവും വിപ്ലവകരമായ ഒരു സത്യമാണെന്ന് അറിഞ്ഞതുകൊണ്ട് വളരെ ചെറുപ്പത്തിലെ ഇങ്ങോട്ട് വന്നു. ഈ മതം എങ്ങനെയെങ്കിലും ആൾക്കാരുടെ ഉള്ളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി മിഷണറിമാരെടുക്കുന്ന ഒരു തന്ത്രമായിട്ടാണ് ഈ ഭാഷാ പഠനത്തെയൊക്കെ നമ്മൾ കൽപ്പിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ഭാഷ്യം ഇവിടെയുണ്ട്. അംബേദ്കറൊക്കെ അവതരിപ്പിച്ച ഒരു സാർവലൗകികമായ ഒരു പൗരത്വമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർലീനമായിട്ടുള്ള ഒരു പൗരത്വമുണ്ട്. ആ പൗരത്വം സാർവലൗകികമായ ഒരു പൗരത്വമാണ്. അതിനു വേണ്ടിയുള്ള ഒരു വിപ്ലവകരമായ ഒരു ആഖ്യാനമാണ് കവിതകളിലൂടെയും അദ്ദേഹം ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ പഴുവിലോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെയും അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. കാരണം അദ്ദേഹം വന്നപ്പോൾ ഭാഷയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്ന ഒരു പ്രത്യേക കാഴ്ചപ്പാടുണ്ടല്ലോ. അങ്ങനെയുള്ള വളരെ കൃത്യമായിട്ടുള്ള മനുസ്മൃതിയിൽ ലയിച്ച് ജീവിച്ചിരുന്ന ആളുകളുടെ ജീവിത ശൈലി അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. അതേ ഭാഷ, സംസ്കൃതം, അതുപോലെ മലയാളം സാധാരണ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കാൻ കഴിയും എന്നത് ഒരു യൂറോപ്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് സാധിച്ചു. കാരണം യൂറോപ്യൻകാരെ കുറച്ചൊക്കെ നമ്മൾ പറയില്ല, യൂറേഷ്യൻ എന്ന വംശജൻ എന്നൊക്കെ പറയുന്ന ആൾ, ബ്രാഹ്മണത്വമുള്ള ആൾക്കാർ അവരെ അംഗീകരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഭാഷ അദ്ദേഹത്തിന് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്നത്. നേരെ മറിച്ച് അന്നത്തെ ഒരു കുലൈ സമുദായത്തിൽ നിന്നുള്ള ഒരാള് ഇങ്ങനെ ചെന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവർ അനുവദിക്കില്ലായിരുന്നു. അതെപ്പോഴും ഓർത്തിരിക്കാം. അപ്പോൾ നമുക്ക് ഇതൊരു വിപ്ലവമാണ്, തീർച്ചയായിട്ടും ഒരു നുഴഞ്ഞുകയറ്റവും കൂടിയാണ്. പുറത്തുനിന്ന് വന്ന ഒരാള് എങ്ങനെ ആ ഭാഷ നേടിയെടുക്കും? ആ ഭാഷ നേടിയെടുക്കുന്നത് എന്താണ് അദ്ദേഹം നേടാൻ ശ്രമിച്ചത്? ഒരു വിപ്ലവം ഉണ്ടാക്കിയെടുക്കാനാണ്. എന്താണത്? ഇവിടെ ജാതീയമായി വളരെ ശക്തമായിട്ട് ആളുകളെ തൂത്തെറിയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. ജാതീയമായിട്ടുള്ള മതിൽക്കെട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് തകർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് ഇനി ബാക്കി ഉൾപ്പെടും പല കാര്യങ്ങളും. അംബേദ്കർ ഒക്കെ ചെയ്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള, ഭരണഘടനാപരമായിട്ടുള്ള ആ മുന്നേറ്റം അന്നേ ഒരു പുതിയ രീതിയിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഭരണഘടനാപരമായ നമ്മുടെ സാധന കവിതകളിലൂടെയും കഥകളിലൂടെയും നാടകങ്ങളിലൂടെയും നമ്മുടെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളിലൂടെയും ചായക്കട അടക്കം വാട്സപ്പിലൂടെ എല്ലായിടത്തും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ദശരഥ നന്ദന ദൂതമുഖ അല്ലെ? ശരിക്കും ആദ്യം അദ്ദേഹത്തോട് പറഞ്ഞത് ഗണപതി വാഹന രിപുനയന എന്നാണ്. അപ്പം ആദ്യം ഇദ്ദേഹത്തെ പൂച്ചക്കണ്ണാന്ന് വിളിച്ചു. അപ്പൊ പൂച്ചക്കണ്ണാന്ന് നേരെ വിളിച്ചു കഴിഞ്ഞാൽ അത്ര കവിത്വം ഉണ്ടാവില്ല. അപ്പൊ കവിത്വം തുളുമ്പാൻ വേണ്ടി പറഞ്ഞു കേൾക്കുന്നത് ഒരു ജാതീയമായ ഉന്നതിയിലുള്ള ആളാണ് ഇങ്ങനെ വിളിച്ചതെന്നാണ്. ഗണപതി വാഹന രിപുനയന എന്ന് പറഞ്ഞു. ഉടനെ തന്നെ സായിപ്പ് അങ്ങനെ വിട്ടുകൊടുക്കണമെന്നില്ല. സായിപ്പ് ജർമ്മൻകാരൻ, മലയാളം കയ്യിലാക്കിയിരിക്കുന്ന ആളാണ്, ഭാഷ സംസ്കൃതം കയ്യിലാക്കിയിരിക്കുന്ന ആൾ. അദ്ദേഹം പറഞ്ഞു ദശരഥ നന്ദന ഭൂതമുഖ എന്ന് വിളിച്ചു, കൊരങ്ങ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോ തമാശയിലൂടെ വരെയും ആ ഭാഷയുടെ ആന്തരികത, അതിന്റെ ശക്തി, അതിലെ മാനവികത ഒക്കെ തിരിച്ചറിയാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് കണക്കാക്കേണ്ടത്, ഒരു സംസ്കാരത്തിൽ ആഴ്ന്നിറക്കി നങ്കൂരമിട്ടുകൊണ്ട് നിന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കി യേശുവിനെ അദ്ദേഹം അനുഭവിച്ചു. അതുകൊണ്ട് ലോകം മുഴുവൻ ക്രിസ്ത്യാനികളാകേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയൊന്നും അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ് മതപ്രചാരണം എന്നൊക്കെ പറഞ്ഞു. ലോകം മുഴുവനും പക്ഷേ യേശുവിന്റെ സ്നേഹം അറിയണം. എല്ലാവരും പള്ളിയിൽ പോയി മാമോസം മുങ്ങേണ്ട കാര്യമൊന്നുമില്ല. പുതിയ രീതിയാണ് ഇതൊക്കെ, കാഴ്ചപ്പാടാണ്. അദ്ദേഹം നട്ടുകൊണ്ടുപോകുന്ന വിത്താണ്, അത് വെറുതെ കളയരുത്. അതൊക്കെ തന്നെയാണ്
തൊട്ട് മുന്നേ യേശുവിന് മുന്നേ ഉള്ള ആളുകൾ ആരാണ്? ശ്രീബുദ്ധനെ പോലുള്ള ആളുകൾ, പിന്നീട് ശ്രീനാരായണഗുരുവിനെ പോലെ ആളുകളൊക്കെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, അനുഭവത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന കാര്യങ്ങൾ, അത് ഒരു തീനാളമാണ്. അത് കത്തിക്കേണ്ട ആവശ്യമുണ്ട്. അത് കത്തിക്കാനുള്ള ശക്തിയാണ് ഈ കവിതകളിൽ നിന്ന് നമ്മൾ ഊറ്റിയെടുക്കേണ്ടത്. അത് നഷ്ടപ്പെടുത്തരുത്. അത് ലോകം മുഴുവനുള്ള മനുഷ്യരുടെ ആവശ്യമാണ്. പാലസ്തീനയിൽ വന്ന യേശു എന്നുള്ള വിപ്ലവകാരി മുന്നോട്ട് വെച്ചൊരു ആശയമാണ് ദൈവ പിതാവ്. ആശയം മാത്രമല്ല, ഒരു വികാരമാണ്, ഒരു അനുഭവമാണ്. അത് എല്ലാ മതങ്ങളിലുള്ള ആൾക്കാർക്കും എല്ലാ സംസ്കാരങ്ങളിലുള്ള ആൾക്കാർക്കും എത്തിപ്പെടാൻ കഴിയുന്നതാണ്. അതിന് തടസ്സമായി വന്നത് തീർച്ചയായിട്ടും കൊളോണിയൽ മത ചിന്തകരും പ്രചാരകരും ഒക്കെയാണ്. സാറ് പറഞ്ഞതുപോലെ ആ പ്രചാരണം, മതപ്രചാരത്തിനാണ് വന്നിരിക്കുന്നവർ. മാറ്റി നിർത്തിക്കൊള്ളുക. യൂറോപ്പിനൊന്നും പഠിപ്പിച്ചോ, പക്ഷെ അദ്ദേഹത്തിന്റെ കവിതയൊന്നും ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ല. ഇപ്പൊ തൽക്കാലം അതൊക്കെ അവിടെ വെച്ചോട്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. കാരണം അവൻ മതം പ്രചരിപ്പിക്കാൻ വന്നേക്കല്ലേ. ഒട്ടത്തരമാണ്. മതം പ്രചരിപ്പിക്കാനല്ല അദ്ദേഹം വന്നത്. ഇങ്ങനെ ഒരു ദിവ്യനായ മനുഷ്യനാണ് രാമൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാണല്ലോ. അദ്ദേഹത്തെ പറ്റി എന്തൊക്കെ കവിതകളൊക്കെ നമ്മൾ പഠിക്കുന്നു, അതുപോലെ യേശുവിനെ പറ്റി എല്ലാവർക്കും പഠിക്കണം. കുറേയധികം പഠിക്കാനുണ്ട്. ഈ കുറെ അസ്ത്രങ്ങളും എന്താണ് പല പല ആയുധങ്ങളും ആയിട്ട് വരുന്ന എത്രയോ ദേവതകളെ പറ്റി നമ്മൾ കവിതകൾ പാടുന്നു. അതുപോലെ അസ്ത്രങ്ങളെ ആയുധീകരിക്കുന്ന ഒരു ജീവിത ശൈലിയുള്ള ഒരാളുണ്ട്. അദ്ദേഹം പറയുന്നതും കേൾക്കണം. അങ്ങനെ അദ്ദേഹത്തെയും കൂടെ ഈ ഒരു സമുച്ചയത്തിന്റെ ഭാഗമായി, ഈ ലോകത്തിന്റെ വലിയൊരു സംസ്കാരത്തിന്റെ ഭാഗമായി നമുക്ക് കാണാം. അതിനുവേണ്ടിയാണ് അദ്ദേഹം കവിതകൾ എഴുതിയത്. നിർമ്മലമാം ദുഃഖങ്ങളെ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ സമ്മറൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം. ഇപ്പോ ലോകത്തിലെ പല ആൾക്കാരും അംബേദ്കറിന്റെ ഉൾക്കാഴ്ച സ്വീകരിച്ചുകൊണ്ട് സനാതനമായ പല മൂല്യങ്ങളും നമ്മുടെ ഭാരതത്തിലുണ്ട്. ആ സനാതനമായ മൂല്യങ്ങൾ ബുദ്ധനെ പോലെയുള്ള ആളുകളൊക്കെ മുന്നോട്ട് വെച്ച മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ജൈനം അങ്ങനെ എല്ലാ മതങ്ങളുടെ ആന്തരിക സത്യത്തിലേക്ക് ഊഴ്ന്നിറങ്ങിക്കൊണ്ട് ഈ ഒരു സത്യം മറന്നു പോകാതെ എല്ലാ മനുഷ്യരും തുല്യരാണ്. എല്ലാ മനുഷ്യർക്കും അവകാശങ്ങളുണ്ട്. എല്ലാ മനുഷ്യർക്കും മാന്യതയുണ്ട്. മാന്യത കിട്ടാൻ വേണ്ടി ആരും കുരിശ് ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു കുരിശല്ല ഇവിടെ വേണ്ടത്. ആന്തരികമായിട്ടൊരു കുരിശുണ്ട്. ആന്തരികമായ ഒരു വേദനയുണ്ട്. ശ്രീബുദ്ധനൊക്കെ പറഞ്ഞതുപോലെ ആ വേദന സാധനയുടെ ഭാഗമാക്കി എല്ലാ മതക്കാരും എല്ലാ സംസ്കാരങ്ങളിലും ബ്രാഹ്മണരാകാം ശൂദ്രനാകാം ആരുമാകട്ടെ എല്ലാവരും ആ സാധനയിലൂടെ കടന്നു പോകണം. ആ സാധനയിലൂടെ കടന്നു പോകാനുള്ള ഒരു വെളിച്ചം, വെളിച്ചം ആ കൃതികളിലുണ്ട്, ആ മനസ്സിലുണ്ട്, ആ ഹൃദയത്തിലുണ്ട്. അദ്ദേഹം യൂറോപ്യൻകാരുടെ ആ ഒരു ഊറ്റത്തമുണ്ടല്ലോ, വലിയ ആൾക്കാരെന്നുള്ള കാര്യം അതെല്ലാം വെടിഞ്ഞു. വലിയൊരു മനുഷ്യൻ, ആ വലിയ ആഠ്യത്വമുണ്ടല്ലോ, യൂറോപ്യൻകാർ വലിയ ആളെന്നൊക്കെ പറഞ്ഞ സാധനം അത് ഒട്ടത്തരമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് എളിമയോടെ അദ്ദേഹം ഈ ഭാഷ പഠിച്ചത്. ഒരു സംസ്കൃതം മാത്രമൊന്നുമല്ല അദ്ദേഹം പഠിച്ചത്, നല്ല പച്ച മലയാളം ഉണ്ടാക്കാനാണ് ശ്രമിച്ചു. ആ പച്ച മലയാളം വേണ്ട വിധം നമ്മൾ അംഗീകരിക്കണം. ആ അംഗീകാരം തീർച്ചയായിട്ടും ഈശ്വരക്കാർക്ക് വേണ്ടിയല്ല. അത് നിർഭാഗ്യവശാൽ ഞങ്ങളിന്റെ പുറകെ നിൽക്കുന്നതേ ഉള്ളൂ. അതൊരു ഗതികേടാന്ന് വിചാരിച്ചാൽ മതി. ഈ ഒരു മാന്യത, എല്ലാ മനുഷ്യരുടെയും മാന്യത, എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ രൂഢമൂലമായിരിക്കുന്ന ഈ മൂല്യങ്ങൾ, ഈ നിങ്ങൾക്ക് യേശുവിന്റെ പേര് പറയാം, ബുദ്ധന്റെ പേര് പറയാം, രാമന് ഇടയ്ക്കൊക്കെ ഇത്തരം കാര്യങ്ങളെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഹിംസയിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ആവശ്യം ബുദ്ധന്റെ ആ മനസ്സാണ്, ആ ചിരിയാണ്, യേശുവിന്റെ ആ കുരിശിൽ കിടന്നിട്ടുള്ള ക്ഷമിക്കലാണ്. അതാണ് അർണോസ് പാലൻ ശക്തമായിട്ട് അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തെ ഒരു വിപ്ലവകാരിയാണ്. നമ്മളെല്ലാവരും വെല്ലുവിളിക്കുന്നു നമ്മുടെ ഉള്ളിലെ ജാതീയ ചിന്തകൾ, വർണ്ണ വെറികൾ, വംശീയ വെറികൾ എല്ലാം നമ്മൾ ഇട്ടെറിഞ്ഞ് ഈ ഒരു വിപ്ലവത്തിന്റെ ഭാഗമായി പുതിയ കാവ്യങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. പഴയ കാവ്യങ്ങൾ പഠിക്കണം, തിരിച്ചു പോകണം. ഈ തിരിച്ചുപോക്ക് നമ്മുടെ തന്നെ നങ്കൂരം കണ്ടെത്താൻ വേണ്ടിയാണ്. നമുക്ക് മുന്നോട്ട് പോകണം, എല്ലാ മനുഷ്യരുമായി കൈകോർക്കണം. പ്രത്യേകിച്ച് വിഭാഗീയത, രാഷ്ട്രീയമായിട്ടുള്ള വോട്ടിനെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള ചർച്ചകളും അതുപോലെ തന്നെ ദുരന്തങ്ങളും ഒക്കെ നിർമ്മിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പുതിയൊരു സ്വത്ത് നിർമ്മിതിയുടെ ആവശ്യമുണ്ട്. ആ സ്വത്ത് നിർമ്മിതി മനുഷ്യന്റെ അന്തസ്സിൽ ഊന്നിയതാണ്. യേശുവിനെ പോലെ അത്തരത്തിലുള്ള വലിയ വലിയ മൂല്യവ്യവസ്ഥ ഉൾക്കൊണ്ട് ജീവിച്ച മനുഷ്യർ ഇന്നും അച്ഛൻ പറഞ്ഞതുപോലെ അർണോസ് പാലൻ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത്, അനേകം നല്ല മനസ്സുകൾ ജീവിക്കുന്നുണ്ട്. അതിന്റെ ഒരു തീർത്ഥയാത്രയുടെ ഭാഗമായി നമുക്ക് നമ്മളെ തന്നെ കാണാം, സാധനയിൽ പങ്കുചേരാം. ഞാൻ ഉദ്ദേശിച്ച കാര്യം ഭരണഘടനാപരമായ ഒരു സന്യാസമാണ്. ഭരണഘടനാപരമായ സാധനയിലേക്ക് നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. അതുകൊണ്ട് നാളത്തേക്ക് വേണ്ടി കാത്തു നിൽക്കാതെ ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. അർണോസ് പാലന്റെ കവിത എഴുതിയ കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും ഒക്കെ നമുക്ക് മനനം ചെയ്യാം. അതുപോലെ മറ്റനേകം നല്ല മനുഷ്യർ, ശ്രീനാരായണ ഗുരുവിനെ പോലെ ആളുകളൊക്കെ
ചെയ്ത കാര്യങ്ങൾ മറന്നു പോകാതെ കൈകോർത്ത് നമുക്ക് ആ ഉള്ളിലുള്ള ലിരി, ആ ചെറിയ നാളം അത് നമുക്ക് നിലനിർത്താം, കൈമാറാം. എല്ലാവർക്കും നന്ദി.